സർ, കേരളത്തിലെ പ്രതിപക്ഷം തികഞ്ഞ പരാജയമാണ് സർ. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് വെല്ലിലിറങ്ങിയിരിക്കുന്നത്. കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോൾ ഇവര് അതിനെ കുറ്റപ്പെടുത്തുന്ന സാർ. സാർ ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ. എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടി ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ്. എവിടെ പോയി പാലവാൻ പാലവാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കണ്ണാടി ഒന്ന് ശരിക്കും ഇങ്ങോട്ട് നോക്ക്. പാലവാൻ ഇതുപോലെ കാണുന്നുണ്ട് സാർ. സാർ ഇതുപോലെ കാണാത്തവരാണ് നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട മെമ്പർ തിരിച്ചു വന്ന് കണ്ണാടി ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്ക്. ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയി കൂടെ ഉള്ളവരെന്ന് അന്വേഷിച്ചാൽ മതി. ചിലരൊക്കെ ഞങ്ങളുടെ സാർ ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. സാർ 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിലുണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. സാർ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. 10 കൊല്ലമായി സാർ പവർ കട്ടില്ല. ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ. ശബരിമലയിൽ അവിടെയുള്ള വാജിവാഹനം കൈമാറിയതിലും കോൺക്രീറ്റിന്റെ കൊടിമരം അത് ചെതലരിച്ചു പോയി എന്ന് പറഞ്ഞ് കൊള്ള നടത്തിയവർ ഇന്ന് നിയമസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാടിനു വേണ്ട നിയമങ്ങളാകെ നിർമ്മിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ നടത്തുന്ന ഈ സമരാഭാസം കേരളീയ സമൂഹം തിരിച്ചറിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ചോദ്യവേളയിൽ എനിക്കിന്ന് മറുപടി പറയേണ്ട 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ചോദിച്ചതാണ്, അത് അവർ ചോദിക്കാനായിട്ട് തയ്യാറായില്ല. സാർ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കേണ്ട ഈ വേദിയിൽ അവർ ചോദിക്കുന്നില്ല എന്ന് മാത്രമല്ല സാർ, ഇപ്പോ ജനങ്ങളെല്ലാം കാണുന്നുണ്ട് സാർ. ഞങ്ങള് പാർലമെന്ററി ജനാധിപത്യം അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പ്രതിഷേധമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കാണും സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ എടുക്കുന്നു. ആ കോടതി തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു. കോടതി കേൾക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിന് വിധേയമായി മാത്രം അന്വേഷണം നടക്കുമ്പോൾ ഇവര് അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്താ സാർ? സാർ ഇപ്പൊ തന്ത്രിയോ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, കേസ് അന്വേഷണം നടക്കല്ലേ സാർ. എന്താ പ്രശ്നം? ശ്രീധരൻപിള്ളയും തന്ത്രിയും ഇവരും എല്ലാം സംസാരിക്കുന്ന കാര്യം സാർ അന്വേഷണം ഒരിടത്ത് അറസ്റ്റ് ചെയ്യണം സാർ. ഈ അന്വേഷണം ഇനി ഫർദറായി പോയി കഴിഞ്ഞാൽ നമ്പർ 10 ജൻപതിലേക്ക് പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ഇവര് BJP ആയിട്ട് കൂടി ചേർന്നേക്കുന്നത്. ശ്രീധരൻപിള്ളയുടെ അഭിപ്രായം കേട്ടു എന്നാണ്. സാർ അങ്ങേയറ്റം തെറ്റ് കാണിക്കുകയും അതിനു വേണ്ടിയിട്ട് ഇപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വിവാദം ഉണ്ടാക്കി ശ്രീമതി സോണിയാഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ പേര് പോലും വലിച്ചഴക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് സ്വർണ്ണക്കൊള്ളയുടെ പ്രശ്നം പറഞ്ഞ് അന്വേഷണം നടത്താനല്ല അവരിവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞ പോലെ രണ്ടാളുകളാണ് പുറത്ത് ഇവർക്ക് വേണ്ടി വാദിക്കുന്നത്.
സാർ BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്ന് വാദിക്കുന്നു. സാർ ഇതിനകത്തിരിക്കുന്ന എത്രയാൾ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടാവുന്ന ഒരു ഉറപ്പുമില്ല സാർ. ഇതിനകത്തിരിക്കുന്ന എത്രയാൾ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര പേരുണ്ടാവുന്ന ഉറപ്പില്ല സാർ. കാരണം ആസാമിലെ PCC പ്രസിഡന്റ് അല്ല നോക്കാൻ, ആസാമിലെ PCC പ്രസിഡന്റ് ചെറിയ ആളല്ലല്ലോ. ഓരോ സംസ്ഥാനത്തെയും പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മറ്റുള്ളവരൊന്നും ചെറിയ ആളുകളല്ലല്ലോ സാർ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ എത്രയായാലും അതുകൊണ്ട് BJP ആയിട്ടൊരു ചെറിയ സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP ആയിട്ടൊരു സോഫ്റ്റ് പാലം ഉണ്ടാക്കുന്നത് നല്ലതാണ്. BJP പറയുന്ന ആർഗ്യുമെന്റ് സഭയ്ക്കകത്ത് വന്ന് പറയുന്നത് വെറുതെ അല്ല, ഈ കാര്യങ്ങൾ കൂടി ചെയ്യാനാണ് സാർ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആസാമിലെയും ആന്ധ്രയിലെയും തെലങ്കാനയിലെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ആ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ട് പോകുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് സാർ ഇത്രയും നിലവാരമില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം ഈ ശൂരന്മാരായ ആളുകൾ കോൺഗ്രസിൽ നിന്ന് എവിടെ ചെന്ന് നിൽക്കുന്ന അറിയില്ല. അതുകൊണ്ടാണ് ഇവര് ചോദ്യം കേരളത്തിലെ ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യത്തിനെടുക്കുന്ന നിലപാടാണ് അത് സാർ. ഇവിടെ സാർ തൊട്ടു മുന്നേ നിൽക്കുന്ന ആളെ പോലും കാണാത്ത കുരുളന്മാരെ പോലെ പെരുമാറുന്ന കാര്യം പറയും. എവിടെ പോയി പാലവാൻ പറഞ്ഞ പാലവാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ കണ്ണാടി ഒന്ന് ശരിക്കും ഇങ്ങോട്ട് നോക്ക്. പാലവാൻ ഇതുപോലെ കാണുന്നുണ്ട് സാർ. ഇതുപോലെ കാണാത്തവരാണ് നീതി നടപ്പിലാക്കാൻ നിൽക്കുന്നത്. ബാലഗോപാലാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ കാണാം. ബഹുമാനപ്പെട്ട മെമ്പർ തിരിച്ചു വന്ന് ആ കണ്ണാടി ഒന്ന് എടുത്തു വെച്ചിട്ട് നോക്ക്, ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെ പോയി കൂടെ ഉള്ളവരെന്ന് അന്വേഷിച്ചാൽ മതി. ചിലരൊക്കെ BJP ഞങ്ങളുടെ എന്റെ ഓരോ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങൾ പറയണ്ട. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന എന്നെ പോലും കാണാത്ത ആളുകളാ. എന്നെ പോലും കാണാൻ കഴിയാത്ത ആളുകൾ ഇവരെന്താ കാണുന്നത്? അപ്പൊ ഇവരെ ഇതെല്ലാം തമസ്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശരിക്കും നോക്കിക്കോളൂ. ഇവിടെ നിപ്പുണ്ട് സാർ. മനസ്സിലായല്ലോ സാർ. ഇത്രയാണ് സാർ അടിസ്ഥാനം. എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത്, എന്താണ് അടിസ്ഥാനം, എന്താണ് അർത്ഥം എന്നൊക്കെ അറിയാതെ അതിനെ കൂടെ നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുദ്രമിക്കുന്നുള്ളൂ. എത്ര കഷ്ടമാണ് സാർ. ഇവരെ പോലുള്ള ആളുകൾ മുദ്രാമിക്കുന്നുണ്ട്. എത്ര കഷ്ടമാണ് സാർ. ഈ ചോദ്യത്തിന്റെ കാര്യത്തിനകത്ത് വിശദമായ മറുപടി ഉണ്ട് സാർ. ആ മറുപടി അവർക്ക് ആവശ്യമില്ല, പക്ഷെ കേരളത്തിന് ആവശ്യമുണ്ട് സാർ. കേരളത്തിലെ ഈ പ്രതിപക്ഷം തികഞ്ഞ പരാജയമാണ് സാർ. ഭയവും ആത്മവിശ്വാസക്കുറവും കൊണ്ടാണ് രാവിലെ എല്ലാവരും കൂടി ചേർന്ന് ഈ വെല്ലിലിറങ്ങിയിരിക്കുന്നത് സാർ. കഴിഞ്ഞ UDF ഗവൺമെന്റുമായിട്ടുള്ള ഒരു താരതമ്യം പല കാര്യങ്ങളിലും ഇപ്പൊ വന്നു. അന്ന് പറഞ്ഞതിന്റെ വീഡിയോ ക്ലിപ്പിംഗ്സുകൾ ഇന്ന് വന്നു. ആര്യാട് മുഹമ്മദ് സാർ അടക്കം പറഞ്ഞത് നിങ്ങളെല്ലാം കേൾക്കുന്നുണ്ടാവും. നുണ പറയാൻ പറ്റില്ലല്ലോ വീഡിയോയ്ക്ക്. അതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി രാവിലെ ഈ സഭയെ നേരിടാനുള്ള ഭയം കാരണം ഇറങ്ങി ഈ വെല്ലിലിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് സാർ. ഈ പല കാര്യങ്ങളും ഇവർ ഓർമ്മിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ന് വന്നൊരു വിവരം കൂടി പറയാം സാർ. ഇന്ന് ഈ കരുവന്നൂർ ഇലക്ഷന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വലിയ കോലാഹലമായിരുന്നല്ലോ. അവിടെ തെറ്റ് കാണിച്ചവരുടെ പേര് നടപടിയെടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു, ശക്തിപ്പെടുത്തി പറഞ്ഞു. അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. എന്നാണ് വിവരം. കോൺഗ്രസ് അവിടെ മത്സരിച്ചില്ലല്ലോ. കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തു. നിങ്ങൾക്ക് ലജ്ജ കേട്ടോ? മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് ലജ്ജയുണ്ടോ സാർ? അവിടെ കോൺഗ്രസ് മത്സരിച്ചില്ല. ആ വോട്ട് കൂടെ ലീഗിന് ചെയ്തു. പക്ഷെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ജയിച്ചു. ആ കരുവണ്ണൂരിലെ കുറ്റം കാണാനുള്ള നടപടിയെടുത്തു. അവിടെ പണമെല്ലാം കൊടുത്തു. അതുകൊണ്ട് ലജ്ജയില്ലാതെ അവിടെ കോൺഗ്രസും ലീഗും കൂടി BJPക്ക് വോട്ട് ചെയ്തിൽ നിന്ന് ഇതാണല്ലോ സാർ നടക്കുന്നത്. ഈ പ്ലാനാണ് സാർ ഇതെല്ലാം. 2011 മുതൽ 16 വരെയുള്ള ഭരണം നാറിയ ഭരണമെന്ന് കേരളീയർ മുഴുവനും അംഗീകരിച്ചാണ്. കേരള നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ നാറിയ ഭരണത്തിന്റെ തുടർക്കഥകൾ നമുക്ക് കാണാൻ കഴിയും. ആ നാറിയ ഭരണം വീണ്ടും കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതിൽ യാതൊരു സംശയവുമില്ല. നടുത്തളത്തിലിറങ്ങി എന്തെല്ലാം കോപ്രായങ്ങൾ നിങ്ങൾ കാണിച്ചാലും ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. LDF 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നാട്ടിൻപുറങ്ങളിലെ ഉത്സവ പറമ്പുകളിൽ പോക്കറ്റടിക്കാരന്റെ റോളാണ് സാർ ഇപ്പൊ UDFനുള്ളത്. പോക്കറ്റടിച്ച പണവുമായി മുങ്ങുന്ന ആ പോക്കറ്റടിക്കാരനെ പോലെ സാക്ഷാൽ ശ്രീധർമ്മ ശാസ്താവിന്റെ സ്വർണം കട്ടവന്
ആ കാട്ടുകള്ളന്മാർക്ക് കഞ്ഞിവെച്ച UDF ആണ് ഇപ്പോ സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ LDFനെ നോക്കി കള്ളൻ കള്ളൻ എന്ന് വിളിച്ചു പോകുന്നത്. അത് നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ട് സാർ. GST വന്നതിന് ശേഷം ഉണ്ടായ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അവസ്ഥ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ പോകാൻ കഴിയാത്ത തരത്തിലേക്കാണ് എന്നുള്ള ആ ചോദ്യത്തിന്റെ അദ്ദേഹത്തിന്റെ ചോദ്യകർത്താവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം വളരെ ശരിയാണ്. സംസ്ഥാനങ്ങളാകെ അതിനകത്ത് ഞങ്ങൾ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല സാർ. 8 സംസ്ഥാനങ്ങൾ ചേർന്നിട്ടാണ്. കേരളത്തിലാണെങ്കിൽ ഒരു സെമിനാർ നടത്തിയിരുന്നു, കോൺക്ലേവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ്. കർണാടകയും തെലങ്കാന അടക്കം വന്നു. ഇപ്പം ഞങ്ങളൊരു ചർച്ച നടത്താനായിട്ട് ശ്രമിച്ചു സാർ. തെലങ്കാനയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ വരണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് 2 സ്ഥലത്തെ കോൺഗ്രസ് മന്ത്രിമാർ വരാൻ പറ്റിയില്ല. വളരെ നന്നായി കാര്യങ്ങൾ ഞങ്ങൾ അവിടെ കേന്ദ്ര ഗവൺമെന്റ് നിലപാടിനെതിരെ ശക്തമായ അഭിപ്രായം പറയുന്നവരാണ്. 8 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് GST കൗൺസിൽ ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഒരു അക്കാഡമിക് ചർച്ചയ്ക്ക് പോലും കോൺഗ്രസിന്റെ ആളുകൾ കേരളത്തിലേക്ക് വരണ്ട എന്നുള്ള തിട്ടൂരം കൊടുത്ത ആളുകളാണ് സാർ കേരളത്തിലെ കോൺഗ്രസ്സുകാർ. അവരിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ ഇഷ്യൂ ഉയർത്തുമ്പോൾ ആ കാര്യത്തിന് പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിന്റെ അതിർത്തി കടന്ന് വരണ്ട എന്ന് പറയുന്ന മൗഢ്യവും ഒക്കെ ഉള്ളതാണ് സാർ. അതുകൊണ്ടാണ് സാർ മണിശങ്കർ അയ്യരെ പോലുള്ള ആളുകൾ പറഞ്ഞല്ലോ, അവർ പറഞ്ഞ കാര്യം, മണിശങ്കർ അയ്യർ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തക സമിതി അംഗവും രാജീവ് ഗാന്ധിയുടെ ഏറ്റവും വലത്തെ അടുത്തിരിക്കുന്ന തോഴനുമായിരുന്നല്ലോ, വലം കൈയായിരുന്നല്ലോ മണിശങ്കർ അയ്യർ. എന്താ പറഞ്ഞത് സാർ? ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം വന്നല്ലോ ഇവിടെ. ഫറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നല്ലോ സാർ. ഫറൂഖ് അബ്ദുള്ള ഇവിടെ കഴിഞ്ഞ ദിവസം വന്നു സാർ. മണിശങ്കർ അയ്യരെ പറ്റി പറയുമ്പോ സാർ ചക്ക് ചക്ക എന്ന് പറയുമ്പോ കൊക്ക് കൊക്ക എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സാർ. ചക്ക് ചക്ക എന്ന് പറയുമ്പോൾ ചക്ക് ചക്കിന് പറഞ്ഞാൽ മതി. ചക്ക് ചക്ക എന്ന് പറഞ്ഞാൽ കൊക്ക് കൊക്ക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കമ്മിറ്റിക്കകത്തൊക്കെ പറയാം. നാട്ടിലെ ജനങ്ങൾ കാണുന്നുണ്ട് സാർ. മണിശങ്കർ അയ്യരെ പോലെ ഒരാൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ കോൺഗ്രസിന്റെ സ്ഥിതി. ഞാൻ ആളുകളെ പറ്റി പറഞ്ഞു ഒന്നും പറയുന്നില്ല സാർ. ഫറൂഖ് അബ്ദുള്ള, ബഹുമാനായ ഫറൂഖ് അബ്ദുള്ള ഇവിടെ ഒന്ന് സംസാരിച്ചു സാർ. ഇവിടെ താഴെയാണ് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ. ഞങ്ങളൊക്കെ ആ പ്രസംഗം കേട്ടതാണ് സാർ. അവിടെ കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകളുടെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ മതന്യൂനപക്ഷത്തിന് എല്ലാവർക്കും ഇത്രത്തോളം സാഹോദര്യത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം ഈ കേരളമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. ഇവിടെ ലീഗ് സുഹൃത്തുക്കൾ ഇവിടെ വലിയ കള്ള പ്രചരണം നടത്തുന്നുണ്ടല്ലോ സാർ. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ കേരളമാണ്. അദ്ദേഹം അത് കഴിഞ്ഞ് വന്ന് മുഖ്യമന്ത്രിയെ ആലിംഗനം ചെയ്ത് ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഫറൂഖ് അബ്ദുള്ള പറഞ്ഞു. ഫറൂഖ് അബ്ദുള്ള നിങ്ങൾക്ക് എതിരാണോ? ഫറൂഖ് അബ്ദുള്ളയെ പോലെ ആളുകൾ സാർ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഈ സെമിനാറിൽ വന്നല്ലോ. ഫറൂഖ് അബ്ദുള്ള വന്നു, കരിമൊഴി വന്നു. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു MLA എങ്കിലും ഒരു മന്ത്രി നിങ്ങൾക്ക് വിട്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരാളെ വിട്ടില്ലല്ലോ സാർ. കോൺഗ്രസിനകത്തേക്ക് കുറച്ച് ആളുകളൊക്കെ പോകുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നതിന്റെ സ്ഥിതി ഒന്നും പറയണ്ടല്ലോ സാർ. ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ സാർ. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഇവർ തന്നെ താഴെ ഇറങ്ങിയിരിക്കുക. അവരിവിടുന്ന് പുറത്തു പോയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സാർ ഇങ്ങോട്ട് ഇറങ്ങിയേക്കുന്നത് സാർ. ഒരു സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങി അടുത്ത സ്റ്റെപ്പ് പുറത്തേക്ക് പോകും സാർ. ഒരു സംസാരം, ഒരു വാക്ക് പോലും സഭയ്ക്കകത്ത് കൃത്യമായ വാദങ്ങൾ പറയാൻ പറ്റാതെ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുന്നതല്ലോ. അതിനല്ലല്ലോ തെരഞ്ഞെടുത്ത് ഇങ്ങോട്ട് അയച്ചതിനല്ലോ. ഇത് സഭയുടെ ലാസ്റ്റ് സമ്മേളനമല്ലേ സാർ. ഈ സമ്മേളനം കഴിഞ്ഞാൽ ഈ നിയമസഭയിൽ ഈ സമ്മേളനം ഇന്ന് നാളെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞാലുണ്ടോ? അപ്പൊ അതിനല്ല അവർ വന്നേക്കുന്നത്. അവര് ജനത്തിനകത്ത് ഇത് ചെയ്യുക, എന്നിട്ട് ആളുകളെ അഴിച്ചു വിട്ടിട്ട് അക്രമം നടത്തുക. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ആരുമില്ലാത്തപ്പോ അവിടെ വാതിൽ വിളിച്ചു കയറുക. എന്ത് രാഷ്ട്രീയ സാർ? ഇവർക്ക് എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ ഇവർ കേരളത്തിൽ ചെയ്തിരുന്ന കാര്യം എന്താ സാർ? ചീമേനിയിൽ 5 പേരെ ചുട്ടുകൊന്നത് ഈ കോൺഗ്രസ്സുകാരാ. ഞങ്ങളൊക്കെ ഒന്ന് വിദ്യാർത്ഥികളാ. ഒരു പാർട്ടി ഓഫീസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും എല്ലാ അക്രമവും കാണിച്ചവർ. അവരിപ്പോ ഇങ്ങനെ വലിയ ജനാധിപത്യം പറഞ്ഞു. നിങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ കാണിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് സാർ ഇവർ ഈ ബഹളം ഉണ്ടാക്കുന്നതിനകത്ത് അടിസ്ഥാന ജനങ്ങൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് സാർ. പവർ കട്ടില്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു കേരളം ഉണ്ടായിരുന്നു സാർ. ഇവരെ കുടുംബാംഗങ്ങളെങ്കിലും ആലോചിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അവറിലെങ്കിലും ഇവർ ശ്രദ്ധിക്കണമായിരുന്നു സാർ. കാരണം ഇവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീരൊപ്പിയ ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. കാരണം കേരളത്തിലെ എല്ലാ സ്ത്രീകളും, സ്ത്രീ സമൂഹം എല്ലാ ദിവസവും കരയുന്ന ഒരു സമയമുണ്ടായിരുന്നു സാർ. ഈ നാട്ടിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സീരിയൽ കാണുന്ന സമയത്തുള്ള കരച്ചിൽ ഒഴിവാക്കി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിലെ സഹോദരിമാരും അമ്മമാരും കരച്ചിലില്ല സാർ. കാരണം എല്ലാ സമയത്തും പവർ കട്ടും ഇല്ലാത്ത, ലോഡ് ഷെഡിങ് ഇല്ലാത്ത ഒരു നാടായി മാറി. അങ്ങനെയുള്ളൊരു കാലത്തെക്കുറിച്ച് സ്മരിക്കുന്നതിന് പകരം ഇപ്പോൾ പുതുയുഗ യാത്രയാണ് സാർ UDF സംഘടിപ്പിച്ചിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ അതൊരു കലിയുഗ യാത്ര എന്നതിന് പേര് കൊടുക്കുന്നതായിരിക്കും സാർ ഏറ്റവും നല്ലത്, ഏറ്റവും അനുയോജ്യം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയിൽ കീഴിൽ സാർ ഉത്പാദനം നെൽകർഷകർ തന്നെയാണ് അങ്ങ് പറഞ്ഞോ സാർ. എനിക്ക് യാതൊരു സംശയമില്ല. ഈ തരത്തിലാണ് സാർ ഇവർ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പ് കാര്യം പറയുന്നത് സാർ. 190ാമത്തെ ചോദ്യം ചോദിച്ചാൽ 190ാമത്തെ ചോദ്യം നെൽകർഷകരുടെ കാര്യം പറയുമ്പോൾ
ഇവരിതൊന്നും മനസ്സിലാക്കാതെ ഏതോ മായാലോകത്താണ് സാർ. ഇവരാകെ കൺഫ്യൂഷനിലാണ് സാർ. ആദ്യം ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾക്കാണ് 85-90 കിട്ടുമെന്ന് വിചാരിച്ചു. ഇപ്പൊ കണക്കെടുത്തപ്പോ താഴോട്ട് വന്നു. ആകെ കൺഫ്യൂഷനിലാണ്. എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ, എന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. ചോദ്യമൊക്കെ ഞങ്ങൾ ചോദ്യം ഉത്തരവാദിത്തോടാ. നിങ്ങൾ അതങ്ങനെ ശ്രദ്ധിക്കേ. നാട്ടുകാർ കണ്ടോണ്ടിരിക്കല്ലേ, പറയുന്ന തെറ്റല്ലേ, അബദ്ധമല്ലേ, അബദ്ധ പഞ്ചാംഗമല്ലേ സാർ. നെൽകർഷകരുടെ കാര്യത്തിലൊന്നും ഇവർക്കൊരു താല്പര്യമില്ല സാർ. നെല്ലിന്റെ നാട്ടുകാർ കാണുന്നുണ്ട് സാർ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നെൽകൃഷി വികസന പദ്ധതിയുടെ കീഴിൽ ഉത്പാദനോപാധികൾക്ക് മാത്രം 297.23 കോടി രൂപ. കൂടാതെ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതി RIDF പദ്ധതി വഴി 666.61 കോടി രൂപയുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ. അടിസ്ഥാന വിലയും സംസ്ഥാന പ്രോത്സാഹനവുമാണ് ചേർത്ത് സാർ കിലോഗ്രാമിന് 30 രൂപ. കിലോഗ്രാമിന് 30 രൂപയാണ് കേട്ടോ നെല്ലിന് ഇപ്പൊ തറവില കേട്ടോ. അത് സാർ ഇതിനെപ്പറ്റി എങ്കിലും പ്രതിപക്ഷത്തിന് കേരളത്തിലെ കർഷകരോട് ഒരു താല്പര്യമുണ്ടെങ്കിൽ കേൾക്കേണ്ടതാണ്, പുറത്ത് സമരം ചെയ്യേണ്ടതാണ് സാർ. നിലവില് MSP 23.69 രൂപയും സംസ്ഥാന പ്രോത്സാഹന ബോണസ് 6.31 രൂപയും ചേർത്ത് കിലോഗ്രാമിന് 30 രൂപ നെല്ലിന്റെ സംഭരണ വിലയെ കർഷകർക്ക് നൽകുന്നുണ്ട്. എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം MSPക്ക് മുകളിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്രോത്സാഹന ബോണസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു സാർ. പ്രോത്സാഹന ബോണസ് കൊടുക്കണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട കേരളത്തിന് നട്ടലൊടിക്കുന്ന കാർഷിക മേഖലയും വ്യവസായവും തകർക്കുന്ന ഒരു കരാറിനെ പറ്റി പോലും ഈ സഭയിൽ ഒരക്ഷരം പറയാൻ തയ്യാറാവാതെ അന്ന് മുതൽ ഇരിക്കുന്ന ആളുകളാണ് സാർ. കാരണം അത്രയും ഉത്തരവാദിത്വവും ആത്മാർത്ഥമില്ലാത്ത പ്രതിപക്ഷം എന്തിനാണ് സാർ അങ്ങനെ പ്രതിപക്ഷം? ഈ കാർഷിക മേഖലയിലെ കാര്യങ്ങൾ പോലും പറയാൻ തയ്യാറാവാത്ത നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവ് അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി എത്ര പ്രാവശ്യം ഇത് അവിടെ പറയുന്നു? നിങ്ങൾ ഈ കാര്യം എന്തെങ്കിലും പറയാൻ പോകണം, അവിടെ തയ്യാറാവുന്നോ? അവിടെയും തയ്യാറാവുന്നില്ല, ഇവിടെയും തയ്യാറാവുന്നില്ല. അവിടെ നിങ്ങളെന്താ ചെയ്ത് അവിടെയും പോയി ശബരിമല ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇതിനെപ്പറ്റിയും ചർച്ച ചെയ്യുന്നില്ല, പുറത്തു പോയി ഇതേ പാട്ടാണ് സാർ. ഇത് അങ്ങേറ്റം ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിലെ കർഷകരുടെ കാര്യം ഈ കാര്യത്തിൽ ഉൾപ്പെടെ നിങ്ങളൊരു റെസൊല്യൂഷൻ തയ്യാറാകുന്നുണ്ടേ. ഇവിടുന്ന് വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സാർ. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരാണ് സാർ. 10 ലക്ഷം കൃഷിക്കാർക്ക് ഞാൻ പറയാണ്, 10 ലക്ഷം കൃഷിക്കാർക്കകത്ത് മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. പശുവിന്റെ പാല് വിറ്റ് മാത്രം ജീവിക്കുന്ന 10 ലക്ഷം കൃഷിക്കാരുണ്ട് സാർ. 1 ലിറ്റർ പാല് 30 രൂപയ്ക്ക് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പോവാ. 60 രൂപ വരെ കിട്ടുന്ന പാല് 30 രൂപയ്ക്ക് ഇറക്കുമതി ചെയ്യുന്ന കൃഷിക്കാരുടെ സ്ഥിതി എന്താ സാർ? വണ്ടിക്ക് ഡീസലിന്റെ വില കൂടിയ, പെട്രോളിന്റെ വില കൂടിയ, വണ്ടി മാറ്റി പാർക്ക് ചെയ്യാം സാർ. പശുവിനെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? പശുവിന് തീറ്റി കൊടുക്കാതെ മാറ്റി പാർക്ക് ചെയ്യാൻ പറ്റുമോ? എന്തു ചെയ്യും? കർഷകൻ അതുകൊണ്ട് എന്താ ചെയ്യുക? ഈ പശുവിനെ ഒന്നും കൊടുക്കാൻ പറ്റാതെ ഇറച്ചി വിലയ്ക്ക് വിറ്റും. ഇറച്ചി വിലയ്ക്ക് വിൽക്കുമ്പോൾ അതിന് വില കിട്ടുമോ? എല്ലാത്തിനും ഇറച്ചി വിലയ്ക്ക് കിട്ടും. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. കാരണം കൃഷിക്കാരുടെ പ്രശ്നം വർത്താനം പറഞ്ഞാൽ പോരാ. 30 ലക്ഷം 40 ലക്ഷം പശുവിനെ എങ്ങനെ വിൽക്കും? എങ്ങനെ അവർ പശുവിനെ കൃഷി നടത്തും? കർഷകരുടെ കാര്യങ്ങളൊന്നും അറിയാതെ, അല്ലെങ്കിൽ അതൊന്നും പറയാതെ. നിങ്ങൾക്ക് കർഷക സംഘടനയുടെ ഭാരവാഹികളാണല്ലോ, എന്തെങ്കിലും താല്പര്യമുണ്ട് സാർ? ഈ കരാറിനെ പറ്റി പോലും ചർച്ച ചെയ്യാതെ ഇതിനെപ്പറ്റി ഇവിടെ ഇങ്ങനെ സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, വളരെ കൃത്യമായി പറഞ്ഞ് സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പോയാൽ അങ്ങ് ഡൽഹിയിലേക്ക് അന്വേഷണം പോകും സാർ. കയ്യിൽ ഏലസ് കൊട്ടിക്കൊടുത്ത ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം പോകും. അതുകൊണ്ട് പറയാം SIT കൊള്ളുന്നില്ല, കോടതി കൊള്ളത്തില്ല. കോടതിക്കെതിരല്ലേ പറഞ്ഞത്? ഞങ്ങൾക്കെതിരെ എന്തിനാ പറഞ്ഞത്? SITയുടെ കാര്യം നോക്കുന്ന കോടതിയല്ലേ, ഹൈക്കോടതിയല്ലേ? ഞങ്ങളാണോ ഹൈക്കോടതി നോക്കുന്നത്? ഇപ്പൊ ഹൈക്കോടതി ഇപ്പൊ ശ്രീധരൻപിള്ള എന്ന് പറഞ്ഞ അഡ്വൈസ് ശ്രീധരൻപിള്ള അങ്ങോട്ട് ചേർന്നേക്കുക. ഇനിയും പലതും വരും. ചോദിച്ചാൽ മതി, ഡൽഹി ചോദിച്ചാൽ മതി. ഇനി ഒരു തവണ കൂടി അധികാരത്തിന്റെ പുറത്തിരിക്കേണ്ടി വന്നാൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് UDFകാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട വിഭ്രാന്തി നിയമസഭയിൽ ഇപ്പൊ കാണിക്കുകയാണ് സാർ. ഇത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് വിഭ്രാന്തി കാണിച്ചിട്ട് അത് ശരിയല്ല. ഇത് നിങ്ങൾ അവിടെ ചോദ്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത്.